പങ്കാളി മക്കൾ, മാതാപിതാക്കന്മാരും നമ്മുടെ ഏറ്റവും അടുത്ത നിയോഗങ്ങൾ എല്ലാം നമുക്ക് ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വലിയ നിയോഗം സമർപ്പിക്കുന്നവരെ പ്രത്യേകമായി ഓർമ്മിക്കാം. പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനിൽ മുരക്കര, ശ്രീകര, മായേഷ്, അൽഫോൻസ ജോസഫ്. ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ടിബിൻസ് തോപ്പാൻകുടി, മായ ഇസ്രായേൽ, ബിന്ദു അനിൽകുമാർ. ജന്മദിനം ആഘോഷിക്കുന്ന കേന്ദ്ര സഹോദര പ്രത്യേകമാണ് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആൻസി സജി 28ാം വിവാഹ വാർഷികമാണ്. അവരുടെ കുടുംബം ജയപ്പെടാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രോഗാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകല, സ്ഥലപരിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുനി ജിതേഷ്, SSLC +2 എക്സാം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ശൈലി ഡാനി. ഒപ്പം നമ്മുടെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം.
ഫലമേൽപ്പിച്ചായി ദിവരഹസ്യങ്ങളിതായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെയും ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് രാജ്യത്തെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നതുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്തുതിയെ അനാപ്യം സമർപ്പിക്കാൻ നടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. സിംഹാസനത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട അവൻ വിശുദ്ധ
അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ സമർപ്പിക്കുന്നവർ അവിടെയുള്ളത് കൊണ്ട് പുരോഹിതരെ ആകുമായിരുന്നില്ല. സ്വർഗീയ സ്ഥലത്തിന്റെ സാദൃശ്യത്തെയും ആദ്യ മാതൃകയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം ചെറുക്കാൻ കഴിഞ്ഞപ്പോൾ ദൈവം അവന് ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ മിശിഹ കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നു. അതുപോലെ മുമ്പിലത്തേതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും അവൻ നേടിയിരിക്കുന്നു. നീ ആരാണെന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു: എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിഫലിച്ചു. അവൻ വീണ്ടും ചോദിച്ചു: എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവർ മറുപടി നൽകി. അവൻ വീണ്ടും ചോദിച്ചു: അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് എന്ത് മറുപടി കൊടുക്കണം? നിന്നെ കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു: യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. പരിസയരാണ് അവനെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു: നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു: ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തവരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ജനകാലം 6ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പ്രധാനമായിട്ടും ഈശോയുടെ മാമോദീസായും തുടർന്നുള്ള പരിസ്ഥിതി ജീവിതവും ഒക്കെയാണ് ഗ്രഹകാലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുക. ഒപ്പം വിശുദ്ധരായ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ചിന്തകളും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 തിരുവചനങ്ങളിലൂടെ
യോഹന്നാൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന രംഗമാണ് വായിച്ചു കേട്ടത്. രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായും യോഹന്നാന്റെ ജീവിതം നമുക്ക് എടുത്ത് ചിന്തിക്കാനായിട്ടുള്ളത്. ഒന്ന്, ക്രിസ്തുവിന് യോഹന്നാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ട്, ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്നു. ക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്ന വചനം നമുക്കറിയാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരില് ഇവനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരില് ഇവനേക്കാൾ വലിയവനില്ല. യോഹന്നാനെ കുറിച്ച് ക്രിസ്തു നൽകുന്ന സാക്ഷ്യം നമ്മൾ നമ്മോട് തന്നെ ചിന്തിച്ചു നോക്കുക. ക്രിസ്തു എന്നെ നോക്കി എന്തായിരിക്കും പറയുക? ഉറപ്പായും കുറെ പേരെ നോക്കി പറയും, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവളിൽ ഇവളെക്കാൾ വൃത്തികെട്ടവളും ഇല്ലാതായിരുന്നു പറയാൻ കുറെ പേര്. അപ്പം ഇവനേക്കാൾ വൃത്തികെട്ടവ ഈ ഭൂലോകത്തില്ല എന്ന് കുറെ പേരെങ്കിലും നോക്കി തമ്പുരാൻ നമ്മളെ നോക്കി പറയുന്നുണ്ടാകാം. ഒരുപക്ഷെ സുവിശേഷത്തിൽ കടന്നത് നമുക്കറിയാം. ഒരു യഹൂദന് സന്നിധാനത്തിൽ നിൽക്കുകയാണ് യോഹന്നാനെ കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദര് ജെറുസലേമിൽ നിന്ന് ലേവിയെയും പുരോഹിതന്മാരെയും യോഹന്നാന്റെ അടുക്കലേക്ക് നിന്ന് ചോദിക്കുന്നുണ്ട്. ആഴ്ചയിൽ ചോദിക്കുന്നുണ്ട്, നീ ആര്? ക്രിസ്തുവാണോ? യോഹന്നാനെ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു. പിന്നെ നീ ആരാണ്? ഏലിയായാണോ? അതുമല്ല. പിന്നെ നീ ആരാ? പ്രവാചകനാണോ? ഒട്ടുമല്ല. പിന്നെ ഞങ്ങൾ എന്താണ്? ആരോടാണ് ഞങ്ങൾ അയച്ചവരോട് നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ ചോദ്യം നമ്മളാണെങ്കിലോ നമ്മളോട് ചോദിക്കുക, നീ ഇന്ന ആളാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആയിരിക്കുന്നതിനെ ഇരട്ടി നമ്മൾ ഒരുമിച്ചു. ഒരു ഉദാഹരണം പറയാം. ഒരു സഹോദരി ഇവിടെ നിന്ന് ഈജിപ്തിൽ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് വെച്ച് കാശൊക്കെ കഴിഞ്ഞപ്പോൾ വീട് വെച്ചു ചോദിച്ചു. ഒരു വീട് വെച്ചിട്ടുണ്ടാകും, അത് വയനാട്ടിൽ മലമടക്കിലായിരിക്കും. പക്ഷെ അവിടെ പറയുന്നത് ഞാൻ എറണാകുളത്ത് ഒരു വീട് വെച്ചിട്ടുണ്ട്, ആലപ്പുഴ വരെ റിസോർട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളതിന്റെ ഇരട്ടിയായിട്ടാണ് പറയുന്നത്. യോഹന്നാൻ അങ്ങനെയല്ല. എന്താണ് യാഥാർത്ഥ്യം? അത് പറഞ്ഞു. ഞാൻ ഇതൊന്നുമല്ല. ഇനി എന്താ? അപ്പോഴാണ് പറയുന്നത്, ഞാനൊരു ശബ്ദമാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ്. ഇടച്ചാത്തുകളുടെ ശബ്ദം പോലെ, സാഗര ഗർജനം പോലെ, കാറ്റിന്റെ ചൂളമൊഴി പോലെ ഞാനൊരു ശബ്ദമാണ്. നമുക്കറിയാം യോഹന്നാന്റെ ശബ്ദം അർത്ഥത്തിലാണ്. സാഗരത്തിന്റെ കടല കിഴമ്പെന്ന് പറയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അണിൽ സന്തതികളെ എന്നൊക്കെ പറഞ്ഞ് സംബോധിക്കുന്നത് കൊണ്ടാണ്. വൃക്ഷങ്ങളുടെ വേരിന് വാടാൻ വയ്ക്കപ്പെട്ട് കഴിക്കുന്നൊക്കെ പറയുന്നത്. ഞാനൊരു ശബ്ദമാണ്, ഒരു ഭൂമി വിളിച്ചുകൊണ്ടൊരു ശബ്ദമാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിലാണെങ്കിലും ഉടനെ കൂളം പാറയ്ക്കോ അല്ലെങ്കിൽ കുതിര കൊടുക്കുന്ന കൊണ്ടുപോകും. ഒരാളോട് എന്നോട് ചോദിക്കുകയാണ്, നീ ആര്? പ്രതീക്ഷിക്കുന്നത്ര ഞാൻ ശബ്ദമാണെന്ന്, ഞാൻ ആരാണെന്നുള്ളത്. പക്ഷെ യോഹന്നാൻ പറഞ്ഞ ശബ്ദം മരുഭൂമി വിളിച്ച് പറഞ്ഞ ശബ്ദമാണ്. പക്ഷെ യോഹന്നാൻ പറഞ്ഞതിന് സത്യമാണെന്നുള്ളതാണ്. ശബ്ദത്തിനൊരു ഉടമയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്ഥാപിച്ചതോടുകൂടെ മറ്റുള്ളവരുടെ പെരുമാറുന്നത് പറയുന്നത്. ആ ശബ്ദത്തിനുടമ പിതാവായ ദൈവമാണ് യോഹന്നാനോട് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ശബ്ദമാണ്. ഇവർ ചോദിക്കുന്നത്, ഈ ശബ്ദത്തിന് ഞങ്ങളോട് എന്താ പറയാനായിട്ടുള്ളത്? അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങളാകട്ടെ നിങ്ങളുടെ പിതാവിന്റെ കരം കളഞ്ഞു പോയ അനാഥരായ കുട്ടികളാണ്, മക്കളാണ്. പിതാവിന്റെ കരം കളഞ്ഞു പോയ അനാഥരായ മക്കളാണ് നിങ്ങൾ. നമുക്കറിയാം എങ്ങനെയാ കരം കളഞ്ഞു പോകുന്നത്. ഒരു കുഞ്ഞിന്റെ കൈയിരിപ്പുകാരനാണ് പിതാവിന്റെ കരം കളഞ്ഞു പോകുന്നത്. പിതാവായ ദൈവത്തിന്റെ മക്കളായ നമ്മള് പിതാവിന്റെ കരം കളഞ്ഞു പോകുന്നില്ല. നമ്മുടെ കൈയിരിപ്പാണ്, നമ്മുടെ കൈയിരിപ്പ്. ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ പിതാവിന്റെ മക്കളിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനാണ് ഞങ്ങൾ എന്താണ്
എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞത്, വഴികൾ നേരെയാക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും പരിവരുത്തവ മൃഗമാക്കുകയും. എന്താണ് ഈ കുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അർത്ഥമാക്കുന്നത്? ഒരു ഗുരുവിന്റെ ഒക്കെ ശിഷ്യൻ വരുന്നുണ്ട്, ഇരു കൈക്കൊമ്പിളിലെ പൂക്കളുണ്ട്, ഗുരു അവനെ കണ്ടമാകെ പറഞ്ഞ് ഉപേക്ഷിക്കുക. അവനിടത്തെ കൈയുടെ പൂക്കൾ ഉപേക്ഷിച്ചു, വീണ്ടും പറഞ്ഞു ഉപേക്ഷിക്കുക. അവളത്തെ കൈയുടെ പൂക്കൾ ഉപേക്ഷിച്ചു, ഒരു വീണ്ടും പറഞ്ഞ് പാടില്ല ഉപേക്ഷിക്കുക. അപ്പോൾ ശൂന്യമായ കൈകളെടുത്ത് ചോദിക്കുന്നു, ഗുരു ഇനി എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? അപ്പോ ഗുരു പറയുന്ന വചനമുണ്ട്, ഈ പൂക്കളല്ല, മറിച്ച് നിന്റെ അഹബോധങ്ങളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ മുമ്പിലേക്ക് പോകും. എന്താണ് ഈ അഹബോധങ്ങളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ മുമ്പിലേക്ക് പോകും. എനിക്ക് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇടയിലുള്ള കുന്നെന്ന് പറയുന്ന ഈ അഹബോധങ്ങളാണ്. ഇത് ഉപേക്ഷിച്ചിട്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് വരുവാനായിട്ടാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ഒരു ദേവാലയത്തോട് എഴുതിച്ചിട്ടുണ്ട്, ഒരു ചെരുപ്പും ഈർപ്പോയും ഉപേക്ഷിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കും. ചെരുപ്പ് ഉപേക്ഷിക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ അഹന്ത ഉപേക്ഷിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല. ഈ അഹന്ത ഒഴിവാക്കാൻ ദൈവത്തെ കണ്ടെത്താനൊന്നും സാധിക്കില്ല എന്നുള്ളത്, ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ യോഹന്നാന്റെ ജീവിതത്തില് ഈ അഹന്തയില്ലാതിരുന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്നത് പോലെ ആയിരിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെയാണ് യോഹന്നാൻ പിതാവിന് സാക്ഷി നൽകിയത്. രണ്ടാമത്തെ ചിന്ത നമുക്കറിയാം, വഴിയൊരുക്കുവാനായിട്ട് വഴിയൊരുക്കാനായിട്ട് യോഹന്നാൻ വഴിമാറിക്കൊടുക്കുന്നുണ്ട്. യോഹന്നാൻ സമയമായപ്പോൾ ഇത് നമുക്ക് വലിയൊരു ചിന്ത തരുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുള്ള വഴിമാറുകയാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതുപോലെ വഴിമാറേണ്ടവരാണ് നമ്മളെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. വഴി കെട്ടി വഴിയൊരുക്കി സമയമാകുമ്പോൾ വഴിമാറേണ്ടവരാണ് നമ്മളെന്ന് പറയുന്നത്. എന്താണ് വഴിമാറേണ്ടത്? മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത്, പാവം വെച്ച് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് വഴിമാറേണ്ടവർ. ഒരിക്കലും അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച പ്രായമൊക്കെ ആയി ചെയ്യേണ്ടത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് മക്കൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് സ്വസ്ഥമായി കൂടെ, ഇല്ലെങ്കിൽ അന്നത്തിന്റെ കാലശേഷം അവർ തമ്മിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, തമ്മിൽ തന്നെ ചാകട്ടച്ചോ അവർ ചാകട്ടെ എന്ന് പറയുന്നത്. വഴിമാറി കൊടുക്കാത്തതിന്റെ നമുക്കറിയാം, നമ്മളൊരു വഴി വെട്ടിയിട്ട് അതിൻ്റെ അടുത്തൊരു കുറ്റി ഇട്ട് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളൊക്കെ വഴി പോകുമ്പോൾ വാഹനങ്ങൾ വഴിമാറി പോകും. ഒരിക്കലും ഒന്ന് ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ ഇടിച്ചു തെറിപ്പിച്ച് പോകും. കുടുംബജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കണം, ചിലപ്പോൾ വഴിമാറാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിച്ചു തെറിപ്പിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. കർഷക നിരീക്ഷണത്തിൽ ഓർക്കുന്നില്ലേ അല്ലേ? കർഷക നിരീക്ഷണം അറിയാത്തവരുണ്ടാകും, യൂട്യൂബിൽ ചർച്ച ചെയ്യണം. ഇടിച്ചു തെറിപ്പിച്ച് പോകുന്നത് വഴിമാറാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഇതുപോലെ സമയാസമയങ്ങളിൽ വഴിമാറി കൊടുക്കാത്തതിന്റെ അസ്വസ്ഥതകളും തറവാദങ്ങളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, സമയമാകുമ്പോൾ സമയമായി എന്ന് പറഞ്ഞ് യോഹന്നാനെ പോലെ കളമൊഴിക്ക് പോകാനായിട്ട്, പടിയിറങ്ങാനായിട്ട്, വഴിമാറി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതം അർത്ഥപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് യോഹന്നാന്റെ രണ്ട് സന്ദേശങ്ങൾ: ഒന്ന്, യോഹന്നാനെ പോലെ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ആയിരിക്കുന്നിടത്ത് വ്യക്തിജീവിതങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ട്, സമയമാകുമ്പോൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഴിമാറാനായിട്ട്, കളമൊഴിഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സാഹോദര്യത്തോടും കർത്താവിനെ ക്രമീകരണമാണെന്ന് അപേക്ഷിക്കാം. കർത്താവ് ദൈവമായി പറയുവാൻ സഭയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലതയും പൂർത്തിയാക്കുവാൻ എന്റെ കർമ്മങ്ങൾ വിശ്വസ്താപനം പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ മാതൃകയാക്കി
നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമാനുഷികമായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മാർഗ്ഗം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനിലെ അടയാളത്താൽ ചെയ്തത് ഭക്തിയോട് സത്യയോട് കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ഈ വലിയ സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ
ശാശ്വത ജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരരെ, കൃപാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ആവശ്യത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ കാരുണ്യാതിരകത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ വികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രകാശം ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ വൃത്തിയോടെ ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും കൃപാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അക്ഷരങ്ങളിലും സ്തുതിയും എല്ലാ നാമങ്ങളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സകലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കാണിക്കുകയും ചെയ്യും. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. മരുഭൂമികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ പ്രഭന്മാരോട് സഭന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ
അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ ലോകത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിവരിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസനെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയുമായി സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേഘനാഥകൃഷ്ണൻ മാർമാഫ്രന്തായും ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനായ മാർസ്ഥാപനായും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതരമായ പരിഷിതർ ഭരണകർത്താക്കൾ അധികാരികൾ എന്നിവർക്കും വിശുദ്ധത്തോട് ശാസന മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ പ്രത്യാശാപുരം കാത്തിരിക്കുന്ന ഇത്തരത്തിലും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തി സമാധാനം നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പുത്രനായ ശക്തിയായി അയച്ചുവെന്ന ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമാനുഷ്യനാവുന്ന ജീവനായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതമായ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ
സ്വന്തമായ എല്ലാവർക്കും ആവശ്യമായ അറിവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവുമായ ഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി യാതൊരു പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് തോന്നണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സന്ദർഭം പരിശുദ്ധവും ദൈവനായകവും ദീർഘവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശംസിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവനായകവുമായ അപ്പം സ്വർഗ്ഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. അത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സർവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനോടെ അപരാധങ്ങളിൽ തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരത്തിനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തോട് പ്രഭയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുക. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ വേർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയെ പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങേ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങളുടെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശുങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണുവിൻ. സഹോദരരെ സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. We
അറിയിച്ചിരുന്നത് പോലെ നമ്മുടെ ജൂബിലി വർഷം പ്രമാണിച്ചുള്ള തീർത്ഥാടനം മാർച്ച് 8-ാം തീയതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. 8 മണിയുടെ പത്രത്തിൽ ബസ്സിലേക്കയിൽ കുർബാന ചെയ്തിട്ടുണ്ട്. അപ്പം ജെറുസലേമിൽ പോകുന്നവരെ പ്രത്യേകിച്ച് ബസ്സിൽ കോൺടാക്ട് ചെയ്ത് ഇതേപോലെ കൊണ്ടുപോകുന്ന ബസ് അറേഞ്ച് ചെയ്യുന്ന കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. തീർച്ചയായും ബസ് അറേഞ്ച് ചെയ്യും. നിങ്ങളിവിടെ സംഘത്തിൽ പേര് കൊടുക്കുവാണെങ്കിൽ ബസ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സാധിക്കുകയും ചെയ്യും. ഇതൊന്നും നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. പൂർണ്ണ ദണ്ഡമോചനം ഈ ജോലി വർഷത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് പള്ളിയിൽ നമുക്കറിയാം. പൂർണ്ണ ദണ്ഡമോചനം ക്രൈറ്റീരിയ കഴിയാൻ വിശുദ്ധ ബലി അർപ്പിക്കണം, ഉപസാരിക്കണം, അതോടൊപ്പം തന്നെ ബഹുമാനത്തിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധ പിതാവിന്റെ നിയോഗത്തിൽ പ്രാർത്ഥിക്കണം. ക്രൈറ്റീരിയസ് ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യാം. നമ്മുടെ സാധിക്കുന്നത്തോളം പേര് മാർച്ച് 8-ാം തീയതിയിലുള്ള തീർത്ഥാടനത്തിലും പൂർണ്ണ ദണ്ഡമോചനത്തിലും പങ്കുചേരണം എന്ന സ്നേഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഫോൻസാമ്മയുടെയും യൂദാസ്ലീഹായുടെയും തിരുനാൾ ഈ വർഷം ഒന്നിച്ചാണ് ആഘോഷിക്കുക. കഴിഞ്ഞ വർഷം വലിയൊരു പ്രതികരണം യൂദാസ്ലീഹാ തിരുനാൾ കണ്ടില്ല. പറയാൻ കാരണം അൽഫോൻസാമ്മയുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുസ്തകങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നാണ് കുറഞ്ഞു വന്നു. പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് സിൽവിക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ അക്കാലയിൽ ബലിപീഠത്തിൽ മനോഹരമായ വിളക്കുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ജോസഫീന കൊണ്ടുവന്നാണ് അതിലേക്ക് പോയപ്പോൾ. അപ്പോൾ ഇതുപോലെ വിളിക്കുവാണെങ്കിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ കൈക്ക് വരരുത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മാർഗം ഒരിക്കൽ കൂടി ജോസഫീനയ്ക്കും സിൽവിക്കും അതിനുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരിച്ചറിയ രക്തം സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ മാമോദിസായിലൂടെ നീ ഞങ്ങളുടെ പാപങ്ങൾ കഴുകുകയും പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദൈവരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവിതത്തിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കും നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിലേക്ക് ആഗ്രഹിക്കും. ലോകത്തിലേക്ക് അയക്കുകയും പരിശുദ്ധാത്മത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവമാകപ്പെട്ടതാകട്ടെ. തന്നെ രക്തമാർപ്പാപ്പങ്ങൾ ക്ഷമിച്ച് സ്വർഗ്ഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നാം എല്ലാവരും പുത്രത്തിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും ദൈവത്തിന്റെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കരുണയുടെ നിറത്തണമേ നല്ലവരത്തു വനമാകേ. Yes.
സകലനായസും അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും. കർത്താവേ ചോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായെ പ്രജനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്വീകരണമാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപരാഗം നിസ്സഹായകോ മഹിതാശേതൻ പരിപാവനമാം ബലികൾ പോലെ. ഒരുവത്സരരാം സ്വീകരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥാ. അഗാധത്തിൽ ഞാൻ വിളിക്കുന്ന മനുഷ്യരെ അടുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിനാഥനെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപബോധനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അങ്ങയുടെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അങ്ങയുടെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്ന മനുഷ്യരെ അടുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, അശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്നോട് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ നീ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രതീക്ഷിച്ചു മരണമറിഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാമനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സർവ്വത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദേവതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യാശാന്തരപരമായ ഒരു ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Lord,